വയനാട് മുണ്ടക്കൈ ടൗൺഷിപ്പിലെ രണ്ടാമത്തെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. മുണ്ടക്കൈയിലെ സതീഷും കുടുംബവുമാണ് വീട്ടിൽ താമസമാക്കിയത്. വീട് കിട്ടിയതിന്റെ സന്തോഷവും അവർ കൈരളി ന്യൂസിനോട് പങ്കുവച്ചു. വളരെ ഈ വീട് കിട്ടിയ വളരെ സന്തോഷമുണ്ട്. നല്ല സന്തോഷമായി. ഇന്ന് മുതൽ ഇവിടെ താമസം. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ വീടിന്റെ പാലുകാച്ചലും നടന്നിരിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ വാർത്തയൊന്നും നിങ്ങൾ ഇനി അറിയാൻ സാധ്യതയില്ല. കാരണം അവിടെ ഇപ്പോൾ പണ്ടൊരു പെൻസിലും കൊണ്ട് കോറിയിട്ടപ്പോൾ അത് വിള്ളലാന്ന് പറഞ്ഞ് വാർത്തയാക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ മനുഷ്യർക്ക് അവരുടെ കൈകളിലേക്ക് വീട് കിട്ടി. അവർ കയറി താമസിക്കുമ്പോൾ അത് പുറത്തേക്ക് എത്തുന്നതേ ഇല്ല. ജോഷില കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ജോഷില, ഗുഡ് മോർണിംഗ്. ഇത് രണ്ടാമത്തെ വീടിന്റെ പാലുകാച്ചലും നടന്നിരിക്കുകയാണ്. മനസ്സ് നിറയുന്ന കാഴ്ചകൾ വയനാട്ടിലെ ടൗൺഷിപ്പിൽ നിന്ന് വീണ്ടും വീണ്ടും നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ജോഷില, തീർച്ചയായും മനു, മുണ്ടക്കൈ ചൂരൽമലയിലെ മുണ്ടക്കൈ സ്വദേശിയായ സതീഷും കുടുംബവുമാണ് ഇന്ന് രാവിലെ 6 മണിക്ക് വീട്ടിലെ പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത്. മഴയ്ക്ക് മുമ്പേ തന്നെ വീട്ടിലേക്ക് കയറി താമസിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം കൂടിയാണ് പൂർത്തിയായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ മികച്ച നേട്ടങ്ങളിൽ ലോകോത്തര മാതൃകയായ ടൗൺഷിപ്പ് കൽപ്പറ്റയിൽ പണിതുയരുന്ന ടൗൺഷിപ്പിന്റെ ആ ഒരു ഫലം ഇപ്പോൾ അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെയും കൈകളിൽ, ആ മുണ്ടക്കൈ ചൂരൽമലയിൽ ഓരോ ദുരന്ത ബാധിതരുടെയും കൈകളിലേക്ക് ആ വീടുകൾ എത്തിത്തുടങ്ങുന്നു എന്നുള്ളത് തന്നെ ഏറെ സന്തോഷകരമാണ്. ഈ മഴക്കാലത്തിന് മുൻപ് 178 വീടുകളും കൈമാറും എന്നുള്ളത് സർക്കാർ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു. ആ 178 വീടുകളും കഴിഞ്ഞ ആഴ്ചയാണ് കൈമാറിയത്. അതിന്റെ താക്കോലും 16 പേരുടെ താക്കോൽ അവർ ആവശ്യപ്പെട്ടത് പ്രകാരം താമസിക്കുന്ന ഓരോ ആളുകളും ആവശ്യപ്പെടുന്നത് പ്രകാരമായിരുന്നു താക്കോൽ നൽകിയിരുന്നത്. അങ്ങനെ 16 വീട്ടുകാരുടെ താക്കോലും കഴിഞ്ഞ ദിവസം നൽകി കഴിഞ്ഞു. അതിൽ ഒരാൾ കൂടി കഴിഞ്ഞ ദിവസം ചൂരൽമലയിലെ വിജയേട്ടനും കുടുംബവും താമസമാക്കിയിരുന്നു. അത് നമ്മൾ ലൈവായി കൊടുത്തതാണ്. ഇപ്പോൾ ഇന്ന് മുണ്ടക്കൈയിലെ സതീഷും കുടുംബവുമാണ് താമസമാക്കിയിട്ടുള്ളത്. അവർ ഞങ്ങളോട് ഈ ഒരു സന്തോഷം ഏറെ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും അടുത്ത ദിവസങ്ങളിലും ഓരോ കുടുംബങ്ങളായി ഇവിടേക്ക് താമസം മാറുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെ മഴക്കാലത്തിന് മുൻപ് തന്നെ ഈ എല്ലാം നഷ്ടപ്പെട്ട 178 കുടുംബങ്ങളും ടൗൺഷിപ്പിലേക്ക് താമസം മാറും. ജോഷ, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. 178 കുടുംബങ്ങൾ മഴയ്ക്ക് മുൻപ് ആ വീടുകളിലേക്ക് കയറി താമസിക്കുകയാണ്. മുൻ സർക്കാർ അവർക്ക് നൽകിയ വാക്ക് ആ സർക്കാർ പാലിച്ചിരിക്കുന്നു. പക്ഷേ ജോഷ, ഇതൊന്നും ഇപ്പോൾ ആർക്കും ഒരു വിഷയമേ അല്ല. മാധ്യമങ്ങളിലൊന്നും അറിയുന്നതേ ഇല്ല. ഒരു പെൻസിലും കൊണ്ടൊന്ന് കോറിയിട്ടപ്പോൾ എത്ര ദിവസം ഇവിടെ ആഘോഷിച്ചു. ഇതാ കുടുംബങ്ങൾ മനോഹരമായ വീടുകളിലേക്ക് കയറിയെത്തുമ്പോൾ ആർക്കും അതിനോട് താല്പര്യമില്ല. ജോഷില, കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ? ഏത് വഴിക്കായിരുന്നു അജണ്ടകൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന്? തീർച്ചയായും അതൊരു വലിയ അജണ്ട തന്നെയായിരുന്നു. സർക്കാരിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു. അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരായ ആളുകൾക്ക് വേണ്ടി ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കും. അവരുടെ ആവശ്യപ്രകാരമായിരുന്നു എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ ഒരു കൂട് എന്നുള്ള രീതിയിൽ ടൗൺഷിപ്പ് എന്നുള്ള ഒരു മാതൃക കാണിച്ചുകൊണ്ട് ഇടതു സർക്കാർ അങ്ങനെയൊരു മാതൃകയിലേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും രൂപകൽപ്പന ചെയ്തത്. അതിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് കടക്കാതെ ആണ് ഇടതു സർക്കാരിനെതിരെ, പിണറായി വിജയൻ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി അവിടെ വിള്ളൽ എന്നുള്ള ഒരു പുതിയ വാർത്ത, കള്ള വാർത്ത എന്ന് തന്നെ, അല്ലെങ്കിൽ വ്യാജ വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാം, അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ ഓരോ ടെസ്റ്റിംഗ് ആയി നടത്തിക്കൊണ്ടാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അതിന്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു ടെസ്റ്റിംഗിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ്, ശാസ്ത്രീയമായി നൂതന സാങ്കേതിക വിദ്യകളോടുകൂടി അത് പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ തന്നെ നടത്തിയത്. എന്നാൽ ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് പോലും പരിശോധിക്കാതെ ഒരു പെൻസിൽ വര കണ്ടപ്പോൾ അത് വിള്ളലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആകമാനം ജനങ്ങളെ, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആകാംക്ഷയോടെ ഈ ടൗൺഷിപ്പിന്റെ പ്രവർത്തനം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആകെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് സ്വകാര്യ ചാനലുകൾ, മറ്റ് ഒരു സ്വകാര്യ ചാനൽ ആദ്യം വാർത്ത കൊടുക്കുന്നു, അതിന് പിന്നാലെ മറ്റെല്ലാ ചാനലുകളും വാർത്ത കൊടുക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരു ടൗൺഷിപ്പ് പൂർത്തിയായി അവരുടെ സന്തോഷവും ആഹ്ലാദവും പങ്കിടാൻ ഇപ്പോൾ ഒരു സ്വകാര്യ ചാനലിനെയും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് കഴിഞ്ഞ സർക്കാരിന്റെ മികച്ച നേട്ടങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ആ നേട്ടം ഓരോ ആളുകളും അനുഭവിക്കാൻ തുടങ്ങുന്ന സമയം അത് വാർത്തയാക്കാൻ ആരും മുതിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മനു.